ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂറത്ത് മറിയം ആയത്ത് 3 4 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുമായിട്ട് എടുത്തു. ഈ 5-ാമത്തെ ആയത്താണ് എടുക്കാറുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإني خفت الموالي من ورائي وكانت امرأتي عاقرا. وكانت امرأتي عاقرا فهب لي من لدنك وليا. يرثني ويرث من آل يعقوب واجعله رب رضيا. وإني خفت الموالي من ورائي وكانت امرأتي عاقرا. وكانت امرأتي عاقرا فهب لي من لدنك وليا. يرثني ويرث من آل يعقوب واجعله رب رضيا. കഴിഞ്ഞ ആയത്തിൽ മനസ്സിലാക്കിയത് സക്കരിയ നബിയുടെ പ്രാർത്ഥനയാണ്. അല്ലാഹു എൻ്റെ എല്ലുകളെല്ലാം ബലമില്ലാതായി തലയൊക്കെ നരച്ച് തിളങ്ങി, പക്ഷെ നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല, പരാജയപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം റബ്ബിനോട് ദുആ ചെയ്യുന്നു. അതിൻ്റെ ബാക്കി തന്നെയാണ് ഈ 2 ആയത്തുകളിലും. സക്കരിയ നബിയുടെ പ്രാർത്ഥന തന്നെയാണ് ഇതിലും പരാമർശിക്കുന്നത്. വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലി മിൻ ലദുൻക വലിയ. വഇന്നി ഖിഫ്തുൽ മവാലിയ, വഇന്നി തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു, അൽ മവാലിയ എൻ്റെ ബന്ധുമിത്രാദികളെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു, മിൻ വറാഇ എൻ്റെ പിറകിലുള്ള, അവർക്ക് ശേഷമുള്ള എൻ്റെ ബന്ധുക്കളുടെ കാര്യത്തിൽ എനിക്ക് റബ്ബേ ഭയമുണ്ട്. അഥവാ സന്താനങ്ങളില്ല, ഇനി ഒരു അനന്തരാവകാശി വരാനില്ല. അതുകൊണ്ട് തന്നെ സക്കരിയ നബി ഇസ്ലാമിൻ്റെ വഫാത്തോടുകൂടി ഈ ബന്ധുക്കളും ശേഷമുള്ള തലമുറകളൊക്കെ എന്തായി പോകും, ഇവർക്ക് പഴിച്ചു പോകുമോ, ദീനിയായിട്ട് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലല്ലോ എന്ന ആ ഒരു പേടി, ആ ഒരു ആശങ്ക അദ്ദേഹം റബ്ബിനോട് പറയുകയാണ്. ഇന്നി ഖിഫ്തുൽ മവാലിയ, ഖിഫ്തു ഞാൻ ഭയപ്പെട്ടു. ഖിഫ്തു എന്തായാലും അസ്ലി ഖാഫ, ഖാഫ ഭയപ്പെട്ടു, ഖൗഫ് ഭയം. മറ്റൊരു വാക്കുണ്ട് യഥാർത്ഥത്തിൽ
ഖൗഫിന് അതേ അർത്ഥമുള്ള മറ്റൊരു വാക്ക് ഖാഫ എന്നതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് സാധാരണ പറഞ്ഞാലോ ഖശിയ. ഖശിയ പേടിച്ചു, ഖൗഫ് ഖാഫ ഭയപ്പെട്ടു, ഖിഫ്തു ഞാൻ ഭയപ്പെട്ടു. ഖിഫ്തു പറയുമ്പോൾ ഖാഫ ഭയപ്പെട്ടു, ഖിഫ്തു ഞാൻ ഭയപ്പെട്ടു, ഇന്നി ഖിഫ്തു തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. ഇന്നി ഖിഫ്തു തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു, അത് ഭയപ്പെട്ടിരിക്കുന്നു. അൽ മവാലിയ മിൻ വറാഇ. അൽ മവാലിയ മൗല, മൗല ജംആണ് മവാലി. എൻ്റെ മൗലകളെ, എൻ്റെ ബന്ധുമിത്രാദികളെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. മവാലി മൗല എന്നതിൻ്റെ ബഹുവചനമാണ് മവാലി. ബന്ധുമിത്രാദികൾ, അടുത്ത ബന്ധുക്കൾക്കാണ് സാധാരണ മവാലി ഉപയോഗിക്കുക. അക്കാരിബ് അക്രബായ ആളുകൾ, പാപ്പാൻ്റെ ജ്യേഷ്ഠന്മാരുടെ അനിയന്മാർ, അതേപോലെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയനിയത്തി, ഒരാങ്ങളമാർ, ഇങ്ങനെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കാണ് സാധാരണ മവാലി എന്നുപയോഗിക്കുക. അറബികൾ എളാപ്പാല മക്കൾക്കടക്കം മവാലി ഉപയോഗിക്കുന്നതാണ്. എളാപ്പ മുത്താപ്പ മക്കൾക്ക് അവർ മവാലി മൗല എന്നവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ നിൽക്കുള്ള അടുത്ത ബന്ധുക്കളെയാണ് ഇവിടെ മവാലി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മവാലിയ എൻ്റെ മൗലകളെ, മവാലിയ എന്നാണ്. അതാണ് അവിടെ മഫ്ഊലായതുകൊണ്ടാണ് മവാലിയ എന്ന് ഫത്തഹായി വന്നതും. ഇന്നി ഖിഫ്തുൽ മവാലിയ എൻ്റെ മൗലകളെ ഞാൻ ഭയപ്പെടുന്നു. മിൻ വറാഇ എൻ്റെ ശേഷം. വറാ എന്നത് നേരെ പിറകിൽ നിന്നാണ്, പിന്നിൽ, പിറകിൽ. അപ്പോൾ എൻ്റെ പിറകിൽ നിന്നാൽ എൻ്റെ കാലശേഷം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത ബന്ധുക്കളൊക്കെ എന്താകുമെന്നൊരു ഭയം റബ്ബേ എനിക്കുണ്ട് എന്നാണ്. അപ്പം അവിടെ സാമ്പത്തികമായൊരു പ്രശ്നമല്ല. അവിടെ എൻ്റെ സ്വത്ത് അന്യതിരപ്പെട്ടു പോവോ, അത് മറ്റാരെങ്കിലും എടുക്കുമോ എന്ന ആശങ്കയാണോ? അല്ല, പല കാരണങ്ങളാൽ. ഒന്ന്, വാജന്മാരാണ്, അവരിക്കലും അങ്ങനെ ഒരു സ്വത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ആശങ്ക പേടിയായി പറയാൻ മാത്രം അവർ ചെറുതാവുകയില്ല. വാജന്മാരേക്കാൾ അപ്പുറത്തുള്ള സ്ഥാനത്താണ് അവരുള്ളത്. രണ്ട്, ഒരു നബിയുടെ അനന്തവകാശം എന്ന് പറയുമ്പോൾ അത് സമ്പത്തല്ല. നബിയുടെ അവകാശം എന്ന് പറയുമ്പോൾ നബി ഇവിടെ പഠിപ്പിച്ചു പോയ ദീനും നബിയുടെ അധ്യാപനങ്ങളൊക്കെ തന്നെയാണ് പ്രവാചകന്റെ അനന്തരാവകാശം എന്ന് പറയാവുന്നത്. മൂന്നാമത്, ഒരു നബി സമ്പത്ത് വല്ലതും ബാക്കി വെച്ച് മരിച്ചു പോയാൽ തന്നെയും ആ സമ്പത്ത് ഓഹരി വെക്കപ്പെടുകയില്ല. അത് മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്തായി മാറും. നബിയുടെ വഫാത്തോടു കൂടി നബിയുടെ സ്വത്ത് പിന്നെ നബിയുടെ മക്കൾക്കല്ല, അത് എല്ലാ പ്രവാചകന്മാർക്കുമുള്ള പൊതു നയമാണ് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. മഅ്ശറ അംബിയാഇ ലാ നൂറസ് മാ തറക്നാ സ്വദഖ. നബി തങ്ങൾ പറഞ്ഞു, ഇന്നാ മഅ്ശറ അംബിയാ, ഞങ്ങൾ പ്രവാചക കുടുംബം, പ്രവാചകന്മാരുടെ സമൂഹം, ലാ നൂറസ്, ഞങ്ങളുടെ സ്വത്ത് അവകാശമെടുക്കപ്പെടുകയില്ല. മാ തറക്നാ സ്വദഖ, ഞങ്ങൾ ഇട്ടേച്ചു പോകുന്നതെല്ലാം സ്വദഖയാകുന്നു. അപ്പം നബി വഫാത്താകുമ്പോൾ സ്വത്ത് വലുതും ബാക്കിയുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ വഫാത്താകുന്ന പോലെ ഇവരെ മക്കൾക്കും കുട്ടികൾക്കുള്ളതല്ല. അത് മുസ്ലിമീങ്ങളെ പൊതു ഖജനാവിലേക്കുള്ള സ്വതക്കയായിട്ട് മാറും. അപ്പം അതുകൊണ്ട് തന്നെ സക്കറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭയം അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിലാണ് എന്ന് പറയാൻ നമുക്ക് ന്യായമില്ല. അതപ്പം നബി തങ്ങൾ വഫാത്തായപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവകാശം ചോദിച്ചു എന്ന് കാണാൻ പറ്റും. ഇമാം ബുഖാരി ഹദീസിലുണ്ട്. നബിക്ക് ഖൈബറിൽ കിട്ടിയ കുറച്ച് ഭൂമിയുണ്ട്. ഖൈബർ യുദ്ധത്തിൽ പിന്നെ യുദ്ധം വിജയിച്ചു. അവിടെ ഖൈബർ കോട്ടകളൊക്കെ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി. അപ്പോൾ അവിടെ കുറച്ച് ഭൂമി യുദ്ധാർജിത സ്വത്തായി മുസ്ലിമീങ്ങൾക്ക് കിട്ടി. യുദ്ധാർജിത സ്വത്ത് ഓഹരി വെക്കുമ്പോൾ നബിക്കൊരു അവകാശമുണ്ട്. യുദ്ധാർജിത സ്വത്ത് ഓഹരി വെക്കുമ്പോൾ നബിക്കുണ്ട്, യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കുണ്ട്, അതിൽ തന്നെ കുതിരപ്പടയാളികൾക്ക് അല്ലാത്തവർക്കൊക്കെ പ്രത്യേകമായ ഓഹരിയുണ്ട്. സുത്തംഫാദിൽ അല്ലാഹു തആല പഠിപ്പിച്ചതാണത്. അപ്പോൾ അത് പ്രകാരം നബിക്ക് കിട്ടിയ ഓഹരി കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു അവിടെ. അത് നബി വഫാത്താകുമ്പോൾ ആ ഭൂമി എന്ത് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. നബിക്ക് അവകാശപ്പെട്ട അല്ലാഹു ഖുർആനിലൂടെ നബിക്ക് അവകാശമായി നൽകിയതാണ് യുദ്ധാർജിത സ്വത്തുക്കൾ. ആ സ്വത്തിൽ കിട്ടിയ ഭൂമിയാണത്. അപ്പം നബി വഫാത്തായപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖലീഫയെ ഒന്ന് കാണുന്നുണ്ട്. എൻ്റെ വാപ്പാൻ്റെ സ്വത്ത് ഓഹരി വെക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു തരണം. ന്യായമാണ്, ന്യായമായ ആവശ്യങ്ങൾ. വാപ്പ മരിച്ചു, വാപ്പയുടെ മുതലുണ്ട്, ആ മുതൽ മക്കൾക്കുള്ളതാണ്. നബിയുടെ ഭാര്യമാരുണ്ട്, നബിയുടെ മക്കളുണ്ട്. അപ്പോൾ അത് ഓഹരി വെക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം എന്ന് ഖലീഫയോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അബൂ സിദ്ദീഖ് പറഞ്ഞു, അത് പറ്റില്ല,
ഈ ഹദീസ് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നബിമാരുടെ സമൂഹം അവകാശം എടുക്കപ്പെടുകയില്ല, ഞങ്ങൾ വല്ലതും ബാക്കി വെച്ച് പോയാൽ അത് സ്വതക്കയാണ് എന്ന് നബി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ ബി പറഞ്ഞു, അതെങ്ങനെ ശരിയാവാ? അല്ല ഖുർആൻ പറഞ്ഞതല്ലേ ബാപ്പാന്റെ സ്വത്ത് മക്കൾക്കുണ്ടെന്ന് ഖുർആൻ ആയത്തുണ്ടല്ലോ. ഈ ആയത്ത് ഓതി കൊടുത്തു. ഖുർആൻ അല്ല പറഞ്ഞാണ് ബാപ്പമാരും ഉമ്മമാരൊക്കെ ഒഴിവാക്കി പോയത് മക്കൾക്കുണ്ടെന്ന് ഖുർആനുണ്ട്. ശ്രദ്ധിക്കുന്നത് അത് ശരിയാണ്, ഖുർആനുണ്ട്. പക്ഷേ എൻ്റെ ബാപ്പാക്ക് അത് ബാധകമല്ല. ബാപ്പാര് മരിച്ച മക്കൾക്ക് തന്നെയാണ്, പക്ഷേ എൻ്റെ ബാപ്പാക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പം അത് മുസ്ലിമീങ്ങളെ പൊതു സ്വത്തായിട്ടാണത് മാറിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ കാലശേഷം എൻ്റെ ബന്ധുക്കളെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, മക്കളില്ലാതെ മരിച്ചു പോയാൽ എൻ്റെ സ്വത്തൊക്കെ പിന്നെ എടുക്കാൻ അവകാശങ്ങളില്ലല്ലോ എന്ന ഭയമാണോ? അല്ല, അങ്ങനെ ആവാൻ ന്യായമില്ല. സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ പോലും, ഇനി മക്കളുണ്ടെങ്കിൽ പോലും അമ്പിയാക്കളുടെ സ്വത്ത് മക്കൾക്കല്ല ലഭിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു പേടി അതിലുണ്ടെന്ന് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് തൻ്റെ ശേഷമുള്ള പിന്മുറക്കാർ അവർക്ക് ദീന് കിട്ടലാകുമോ? ഞാൻ മരിച്ചു പോയാൽ ഈ ഒരു യാക്കൂബ് നബിയുടെ പരമ്പരയാണ് അദ്ദേഹം. സക്കറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാക്കൂബ് നബിയുടെ സന്താന പരമ്പരപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ എന്നും പ്രവാചകന്മാരുടെ കീഴിൽ ജീവിച്ചു പോകുന്നവരാണവർ. ഇനി അവർക്കൊക്കെ ഇതൊക്കെ ഇല്ലാതായിപ്പോയി, എൻ്റെ കാലശേഷം അവിടെ വേറൊരു ഒരു നബിയായിട്ട് വരാൻ മക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു യാക്കൂബ് കുടുംബത്തിൻ്റെ ഈ ഒരു വറാസത്ത്, ആ ഒരു അനന്തരാവകാശം അതിവിടെ മുറിഞ്ഞു പോകുമോ, ഇല്ലാതായി പോകുമോ എന്ന ഭയമാണ് അദ്ദേഹം അല്ലാഹുവുമായി അവിടെ തൻ്റെ പ്രാർത്ഥനയിലൂടെ എടുത്തു പറയുന്നത്. എൻ്റെ ഭാര്യയാണ് താനും ആഖിറ, വന്ധ്യയാണ് താനും, പ്രസവിക്കാത്തവളാണ് എൻ്റെ ഭാര്യ. ആഖിർ എന്നാൽ വന്ധ്യ, പ്രസവിക്കാത്തവൾ ആഖിർ. ആഖിറുൻ വന്ധ്യ. പ്രസവിക്കാത്തവൾ, അതിനാണ് ആഖിർ എന്ന് പറയാം. വാചകം കൊണ്ടത് പുല്ലിംഗമാണെങ്കിലും സ്ത്രീലിംഗമാണത്. ആണിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രസവിക്കാത്തവൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത്രയും ചില വാക്ക് ഇപ്പം ഹാമിൽ, ഗർഭിണി എന്നാണ്. ഹാമിൽ എത്ര വേണ്ട ആവശ്യമില്ല. ഹാമിൽ, മുലയൂട്ടുന്നവൾ, മുർലിഅത്തുന്ന് ഉപയോഗിക്കലുണ്ട്. പക്ഷെ മുർലിഅന്ന് ഉപയോഗിച്ചാൽ തന്നെ മുലയൂട്ടുന്നവൾ എന്നാണ് അർത്ഥം. പെണ്ണിന് മാത്രം ഖാസായ കാര്യങ്ങളാണ് അവയൊക്കെ. ഇബ്രാഹിം നബിയുടെ അവകാശിയായിട്ട് യാക്കൂബ് നബിയും ഇസ്മായിൽ നബിയും ഉണ്ടായി. യാക്കൂബ് നബിയുടെ അവകാശിയായിട്ട് പിന്നീട് യൂസുഫ് അലൈഹിസ്സലാം നബിയായി വന്നു. അതിനുശേഷം ആ തലമുറകളിൽ ധാരാളം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടു. അങ്ങനെ വന്നവർ തന്നെയാണ് സക്കറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബിയും യഹ്യാ നബിയും ഒക്കെ അങ്ങനെ നിയോഗിക്കപ്പെട്ടവർ തന്നെയാണ്. അവരൊക്കെ ഇങ്ങനെ മക്കളായി, പരമ്പരകളായി, അതിനൊക്കെ ഓരോ നബിമാരുണ്ടായി പോന്നിട്ടുണ്ട്. സുലൈമാൻ നബിയും ദാവൂദ് നബിയും. സുലൈമാൻ ദാവൂദ, ഖുർആൻ പറഞ്ഞു ദാവൂദ് നബിയെ സുലൈമാൻ അലൈഹി സ്വലാം അവകാശമായി എടുത്തു. ദാവൂദ് ഇസ്ലാം വാപ്പയാണ്, അദ്ദേഹം മരിച്ചപ്പോൾ മകൻ ആ സ്ഥാനത്ത് നബിയായിട്ട് വന്നു. ഇങ്ങനെ മൂസാ നബിയുടെ അനിയൻ ഹാറൂൻ നബിയായി വന്നു. ഇങ്ങനെ അത് ആ കുടുംബത്തിൽ നിന്ന് തന്നെ അല്ലാഹു തആല നബിമാരെ ഇങ്ങനെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാറുണ്ട്, ആ കുടുംബത്തിൽ നിന്ന് നേതൃത്വം നൽകാൻ. എന്നാൽ സക്കറിയ നബിക്ക് മക്കളില്ല. അപ്പം ഞാൻ മരിക്കുന്നതോടുകൂടി ഇതവിടെ മുറിഞ്ഞു പോകുമല്ലോ, ഇനി ആ കുടുംബത്തിൽ ഇത് ഏറ്റെടുക്കാൻ ആളുകളില്ല. അതാണ് പേടി. ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, എൻ്റെ കാലശേഷം എൻ്റെ ബന്ധുമിത്രാദികളെ കാലത്ത് റബ്ബേ ഞാൻ ഭയപ്പെടുന്നു. വകാനത്ത് ഇംറഅതി ആഖിറ, എൻ്റെ ഭാര്യയാവട്ടെ വന്ധ്യയാണ് താനും. ഒരു കുട്ടി ഉണ്ടാവാൻ സാധ്യതയും ഇല്ല അർത്ഥം. സാധാരണഗതിയിൽ കുട്ടി ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. ഇവിടെ രണ്ട് കാര്യം കൊണ്ടില്ല. ഒന്ന് പ്രായമായി, കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ പ്രായമായാലും സ്വാഭാവികമായും പിന്നെ സന്താനം ജനിക്കാൻ സാധ്യത കുറയും. മനുഷ്യൻ്റെ പ്രകൃതപ്രകാരം ഒരു നിശ്ചിതമായ സമയം കഴിഞ്ഞാൽ പിന്നെ ഉൽപാദനം ഇല്ലാതായി പോകും. അതോടൊപ്പം തൻ്റെ ഭാര്യയാവട്ടെ പ്രസവിക്കാത്തവളാണ്, പ്രസവിക്കാത്ത പെണ്ണാണ്.
ആ നിലക്കും സന്താനം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ല. എന്നാലും ഫഹബലി മില്ലദുൻക വലിയ, ഫഹബലി അല്ലാഹുവേ നീ എനിക്ക് നൽകണേ, ഹബ് നീ നൽകണേ, ഹബ് വഹബ യഹബ്, വഹബ യഹബ്, വഹബ നൽകി, വഹബ നൽകി, ദാനമായി നൽകുന്നതിന് ശരിക്ക് വഹബ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ദാനമായിട്ട് കൊടുക്കുക, ഹിബത്ത് ദാനം, ദാനമായി ഔദാര്യമായി ഓസാനയായി കൊടുക്കുക, അതാണ് ശരിക്ക് വഹബ എന്ന പദം. മുലാരി യഹബു, വഹബ യഹബു. അതിന്റെ അമ്രാണ് ഹബ്, ഹബ് നീ നൽകണേ, ഹബ്. യഹബു ഖുർആനിൽ ഉപയോഗിച്ചാൽ യഹബു ലിമൻ യശാഉ ദുക്റൻ വയഹബു ലിമൻ യശാഉ ഇനാസ എന്ന ഖുർആനിൽ തന്നെ പ്രയോഗമുണ്ട്. വഹാബ് വാക്ക വഹാബ്, ഫ വേറെ, ഫ അതിനാൽ ഹബ്ലി, ഫ ഹബ്ലി, ഫ വേറെയാണ്, ഫ അതിനാൽ ഹബ്ലി നീ എനിക്ക് നൽകണേ. വഹബ യഹബു അതിൽ കൽപ്പനാക്രിയയാണ് ഹബ് നീ നൽകണേ. വഹാബ് ധാരാളമായി നൽകുന്നവൻ, അല്ലാഹുവിന്റെ പേരാണ് വഹാബ്. റബ്ബനാ ഇന്നക അൻതൽ വഹാബ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ, റബ്ബനാ ഹബ് ലനാ ഈ വാക്കാണ്, ഹബ് ലനാ നീ ഞങ്ങൾക്ക് നൽകണേ, ഹബ് ലനാ. വഹബ യഹബു ഹബ് നീ നൽകണേ. ഫ ഹബ്ലി, ഫ അതിനാൽ ഹബ് നീ നൽകണേ, ലീ എനിക്ക്, മില്ലദുൻക വലിയ, മില്ലദുൻക നിന്റെ പക്കൽ നിന്ന്, വലിയ ഒരു വലിയനെ, ഒരു അവകാശിയെ നീ എനിക്ക് നൽകണേ, ഒരു ബന്ധുവിനെ നീ എനിക്ക് നൽകണേ. ഫഹബലി മില്ലദുൻക വലിയ, നിന്റെ പക്കൽ നിന്നുള്ള ഒരു വലിയനെ നീ എനിക്ക് അല്ലാഹുവേ നൽകണേ എന്ന് സക്കറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തൻ്റെ കാലശേഷം മക്കളില്ല എന്നതിനാൽ രണ്ട് കാരണങ്ങൾ, വയസ്സായി, അതോടൊപ്പം തൻ്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ് താനും. അതുകൊണ്ട് തന്നെ റബ്ബേ എനിക്ക് സാധാരണഗതിയിൽ ഒരു കുട്ടികളുണ്ടാവാനുള്ള സാധ്യത ഇല്ല, എന്നാലും നിന്റെ ഔദാര്യമായി, നിന്റെ ഓസാനയായി നീ എനിക്കൊരു അവകാശിയെ, ഒരു പിൻഗാമിയെ നീ നൽകണേ അല്ലാഹ് എന്നാണ്. വലിയ സഹായി അർത്ഥമുണ്ട്, അവകാശി അർത്ഥമുണ്ട്, ബന്ധു അർത്ഥമുണ്ട്, മിത്രം എന്നും അർത്ഥമുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് വലിയ. മകനല്ല, സന്താന പരമ്പരയിൽ ഇല്ല, അതൊന്നുമില്ല. വലിയ പല അർത്ഥമുണ്ട്. അടുത്ത മിത്രം, ക്ലോസ് ഫ്രണ്ട്, അതിന് വലിയ ഉപയോഗിക്കും. ഞങ്ങൾ തമ്മിൽ ഔലിയാക്കന്മാരാണ് പറയാം. വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ, അങ്ങേയറ്റം ക്ലോസായ ബന്ധമുള്ളവരാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഔലിയാക്കളാണ് എന്ന് വേണമെങ്കിൽ അറബിയിൽ പറയാം. ഇയാളിൻ്റെ വലിയാണ്, ഞാൻ അയാളെയും വലിയാണ്. അതാണ് പിന്നെ മുഅ്മിനാത്തും ഔലിയാഉ ബഅദും, വിശ്വാസികളും വിശ്വാസികളും പരസ്പരം ഔലിയാക്കളാകുന്നു. മുഅ്മിനീങ്ങളുമായിട്ട് തമ്മിൽ ഔലിയാക്കളാണ്. അപ്പോൾ എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ മുഅ്മിനീങ്ങളുടെയും വലിയുകളാണ്, ഔലിയാക്കളാണ് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഏറ്റവും അടുത്തവൻ വലിയ എന്നർത്ഥമുണ്ട്. ഏറ്റവും അടുത്ത ആൾക്ക് വലിയ എന്ന് പറയാം. രക്ഷിതാവ് എന്ന അർത്ഥത്തിൽ വലിയ ഉപയോഗിക്കാം. രക്ഷിതാവ് സാധാരണ നിക്കാഹിനൊക്കെ കുട്ടിയുടെ വലിയ എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷിതാവ് എന്നാണ്. അടുത്ത ബന്ധുക്കൾക്കും വലിയ ഉപയോഗിക്കാം. ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സോമ അൻഹു വലിയുഹു, ഹദീസ് വന്ന പ്രയോഗമാണ്. ഒരാൾ മരിച്ചു, നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അവൻ്റെ വലിയ ആ നോമ്പ് നോക്കിക്കൊള്ളട്ടെ. അവിടെ വലിയ അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ ഒക്കെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കാണ് വലിയ എന്ന് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ, അള്ളാഹുവിൻ്റെ ആത്മമിത്രം എന്ന് വേണമെങ്കിൽ അവിടെ
അർത്ഥം പറയാം, അല്ലെങ്കിൽ അള്ളാഹു ഏറ്റെടുത്തവൻ എന്നർത്ഥം പറയാം. അവൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്ന അർത്ഥത്തിനും വലിയ എന്ന പദം ഉപയോഗിക്കാം. സഹായി എന്ന അർത്ഥത്തിനും വലിയുന്നുണ്ട്. ബഹുവചനം വലിയൻ്റെ ബഹുവചനമാണ് ഔലിയ. ഔലിയപ്പാപ്പ ഉണ്ടാവില്ല. ഔലിയപ്പാപ്പ ഉണ്ടായാൽ ഒരാൾക്ക് അബദ്ധാണ്. ഒരാൾക്ക് 5-6 മക്കളുണ്ടായി, ഒരാൾക്ക് ഔലിയാക്കളായി. അപ്പോൾ ഈ ഔലിയാക്കളൊക്കെ നമ്മുടെ വാപ്പാന്നലേക്ക് വേണമെങ്കിൽ അയാളെ പറ്റി പറയാം. അല്ല, ഒരാൾ ഔലിയാവൂല, ഒരാൾ വലിയാവുള്ളൂ, ഒരാൾ തന്നെ വലിയാവുള്ളൂ, ഒരാൾ ഔലിയാവുന്നല്ലോ. പിന്നെ ആവാം 40 തടി ഉണ്ടെങ്കിൽ, ഒരാൾക്ക് 40 തടി ഉണ്ട് എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ ഒരാൾക്ക് തന്നെ ജമ്മാകാരം അങ്ങനെ പറ്റും. അല്ലെങ്കിൽ വലിയ ആവുള്ളൂ, അല്ലാതെ ഔലിയാവില്ല. നമ്മുടെ സാധാരണ അത് നാട്ടിലെ പ്രയോഗമാണ്. ഒരാൾ കുളിച്ചാൽ നടന്നാലും എന്തായാലും ഔലിയാക്കൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ സാധാരണ നാട്ടിലുള്ളൊരു നടപ്പ് പ്രയോഗം നിൽക്കാണ് അത് പ്രയോഗിച്ച് പോകാൻ. അല്ലെങ്കിൽ ഒരാൾ ശരിക്കും വലിയാണ് ആവുക. അള്ളാഹും വലിയാണ്. അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു വിശ്വാസികളുടെ വലിയാകുന്നു, രക്ഷകൻ, സഹായി എന്ന അർത്ഥത്തിൽ അവിടെ അള്ളാഹു അള്ളാഹു വലിയുല്ലദീന ആമനു എന്ന് ഉപയോഗിച്ച അങ്ങനെയാണ്. അതപ്പോൾ ഇന്നമ വലിയ അല്ലാഹ്, എൻ്റെ വലിയ അള്ളാഹു ആകും. ഇന്നമ വലിയുക്കുമല്ല, നിങ്ങളെ വലിയ അള്ളാഹു ആകുന്നു എന്നൊക്കെ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ വലിയ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് സൂഫികൾ പറഞ്ഞത് വലിയ നബിനേക്കാൾ സ്ഥാനമുണ്ട്. കാരണം അല്ല വലിയാണ്, എന്നാൽ അല്ല നബിയല്ല. ആ വലിയ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സ്ഥാനത്താണെന്ന് മനസ്സിലായില്ലേ എന്നാണ്. അള്ളാഹിനെ പറ്റി വലിയ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അള്ളാഹിനെ പറ്റി നബീന്ന് പറഞ്ഞിട്ടില്ല. അതെ, അപ്പം നബിമാരേക്കാൾ സ്ഥാനത്തേക്ക് വലിയെത്താന്നാണ്. നബിയേക്കാൾ മേപ്പെട്ട് വലിയെത്താൻ. കാരണം നബി വന്നത് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ നിയമങ്ങൾ പഠിപ്പിക്കാനാണ്. വലിയകൾ ഇസ്ലാമിൻ്റെ പരോക്ഷമായ ആന്തരികമായവയെ മനസ്സിലാക്കിയവരാണ് എന്നാണ് അവരുടെ ന്യായം. പ്രവാചകന്മാർ വന്നതൊക്കെ പ്രത്യക്ഷമായ ലോഹിറായ നിയമങ്ങൾ, ഹറാം ഹലാലുകൾ, ഹക്കും ബാത്തിലുകൾ, അതേപോലെ ആരാധനാമുറകൾ, ഇതൊക്കെ പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. എന്നാൽ ഉള്ളിലേക്ക് ഇറങ്ങി ആന്തരികമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടവരാണ് ഈ പറയപ്പെടുന്ന ഔലിയാക്കൾ എന്നാണ് പോലെ വാദം. അതാണ് അബൂ യസീദ് ബിസ്താമി പറഞ്ഞത്, ഖുൽനാ ബഹ്റൻ വഖഫൽ അംബിയാഉ ബിസാഹിരിഹി. ഞങ്ങൾ ഇറങ്ങിയ കടൽ, ആ കടലിലേക്ക് പ്രവാചകന്മാർ പോലും ഇറങ്ങാതെ തീരത്ത് നിൽക്കുകയാവുന്നു. അമ്പിയാക്കൾ തീരത്ത് നിന്ന കടലിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് അബൂ യസീദ് ബിസ്താമി സ്വയം പരിചയപ്പെടുത്തിയത്. ഇവിടെ എനിക്കൊരു അവകാശി റബ്ബേ നീ നൽകണേ എന്ന് സക്കറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. വലിയ എന്ന് പറയുമ്പോൾ മക്കൾ തന്നെ ആയിക്കോളുന്നില്ല, മക്കളാവാം. അതല്ലെങ്കിൽ ഈ ഒരു പ്രവാചകത്വം എന്നെ കാണുന്ന ശേഷം അതൊക്കെ ഏറ്റെടുക്കുന്ന, എൻ്റെ കുടുംബത്തിന് ദീനിയായി നേതൃത്വം നൽകുന്ന ഒരു അവകാശി വേണമല്ല. അല്ലാതെ ആരെങ്കിലും ഒരാൾ ഇല്ലാതെ മരിച്ചു പോകുമ്പോൾ ആശങ്കയാണ്. ഞങ്ങൾ മരിച്ചു പോയാൽ ഇനി എൻ്റെ ബാക്കിയുള്ളവരൊക്കെ എന്താകും, ബന്ധുക്കൾ എന്താകും, അവർക്ക് ദീനപ്രകാരം അല്ലാതെ ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ, അവർക്ക് പഴിച്ചു പോകാൻ കാരണമാകുമോ, അവർക്ക് ആരാ പിന്നെ ദീനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, അതിലൊന്നും ഒരാളില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു അവകാശിയെ, ഒരു പിൻഗാമിയെ, ഒരു ബന്ധുവിനെ നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. യരിസുനി വയരിസു മിൻ ആലി യഅ്ഖൂബ്. ആ വലിയ എന്താവണം, ആരാവണം? യരിസുനി, ആ വലിയ എന്നെ അവകാശമെടുക്കണം. യരിസുനി, എന്നെ അനന്തരാവകാശമായി എടുക്കുന്ന. വയരിസു മിൻ ആലി യഅ്ഖൂബ്, എന്നെ മാത്രമല്ല യഅ്ഖൂബ് കുടുംബത്തിനും അവനൊരു അനന്തരാവകാശിയാവണം. യരിസുനി വറസ, യരിസു വറസ, അനന്തരമെടുത്തുക. വറസ, അനന്തരമെടുത്തു, അനന്തരാവകാശിയായി. വറസ ഉദാരി യരിസു, വറസ യരിസു, വറസ അനന്തരാവകാശമെടുത്തു. യരിസു അനന്തരാവകാശമെടുക്കും. വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശി. വാരിസ്
ഒക്കെ ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് ഇതൊക്കെ. വറസ, യരിസു, വാരിസ് ഒക്കെ ഖുർആനുണ്ട്. വാരിസ് അനന്തരാവകാശം, ഇർസ് അനന്തരാവകാശം, ഇർസുൻ അനന്തരാവകാശം, ഇർസുൻ അല്ലെങ്കിൽ വറാസത്ത് എന്ന് പറയാം. വറാസത്ത് മസ്തർ കൽപ്പന. വറസ യരിസു റിസ്, വഹബ യഹബു ഹബ് എന്ന് പറഞ്ഞ പോലെ. ഇസ്ലാമിലെ വിജ്ഞാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന മേഖലയാണ് അനന്തരാവകാശ നിയമങ്ങളെപ്പറ്റിയുള്ള അറിവ്. ഫറാഇദ് എന്ന് പറയും. ഫറാഇദ് അതിൽ കർമ്മശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഫറാഇദ്. അതിൽ മാത്രം ഗ്രന്ഥങ്ങൾ ധാരാളമായി എഴുതപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിന് പൊതുവെ അഭിപ്രായ വ്യത്യാസം വളരെ കുറഞ്ഞ മസലയുമാണ് അനന്തരാവകാശ നിയമങ്ങൾ. കാരണം അല്ലാഹു വ്യക്തമായ ഖുർആനിൽ അത്രയും ആയത്തുകൊണ്ട് ഇറക്കി. സൂറത്തുൽ നിസാഇന്റെ ആദ്യത്തിലും അവസാനത്തിലുമായി 4 ആയത്തുകളിലായിട്ട് മൊത്തം നിയമങ്ങൾ ഏത് മനുഷ്യന്മാർക്കും എങ്ങനെയും ആര് മരിച്ചാലും അവർക്ക് ആരവകാശങ്ങളുണ്ടെങ്കിലും അവർക്കെല്ലാം എങ്ങനെ കൊടുക്കണമെന്ന് കൃത്യമായി ആയത്തുൽ അല്ലാഹു തആല പഠിപ്പിച്ചു. അതിൽ വരാത്ത ചില വളരെ ഒറ്റപ്പെട്ട ചില ഏരിയ മാത്രമേ ഉള്ളൂ. അത് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുകയും ചെയ്തു. അതിലും വരാത്ത ഒന്നുകൂടെ മസല ഉണ്ടായിരുന്നു. അത് ഉമർ ഖത്താബും അതേപോലെ അലി ഇബ്നു അബീ ത്വാലിബും അബൂബക്കർ സിദ്ദീഖും 3 ഖലീഫമാരുടെ ഭാഗത്തുനിന്ന് അതിൽ ഒരു വിശദീകരണം വരികയും ചെയ്തുകൊണ്ട് ആ പ്രശ്നം അവിടെ ഇല്ല. അപ്പോൾ അതാണ് അനന്തരാവകാശം. ഫറാഇദ് എന്നാണ് അതിന് പറയുക. ഇൽമുൽ ഫറാഇദ്, അനന്തരാവകാശ നിയമങ്ങളെ പറ്റിയുള്ള അറിവിന് ഇൽമുൽ ഫറാഇദ് എന്ന് പറയും. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്ന അറിവ് ഫറാഇദാണ് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. മറ്റെല്ലാം അറിയും, പക്ഷേ ഫറാഇദ് അറിയില്ല എന്നുള്ള അവസ്ഥ വരുന്ന. മറ്റുള്ള അറിവുകളൊക്കെ ഉണ്ടെങ്കിലും അനന്തരാവകാശ നിയമങ്ങൾ കൃത്യമായി അറിയുന്നവർ കുറവായിരിക്കും. മറ്റു നിയമങ്ങളെല്ലാം ധാരാളം അഭിപ്രായ വ്യത്യാസമുള്ള നിയമങ്ങളാണ്. അതൊക്കെ അറിയുന്ന ആളുകൾക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഈ നിയമം അറിയാത്ത സാഹചര്യമുണ്ടാകും. ഫറായിദ് പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്തോ അതിൽ പഠിക്കുക എന്നുള്ള തോന്നലാണ് എനിക്കിടക്കുള്ളത്. അതുകൊണ്ട് പഠിക്കാൻ പൊതുവെ ഒരു ഇത് തോന്നില്ല. സംഗതി എളുപ്പം 4 ആയത്ത് പഠിച്ചാൽ എല്ലാ നിയമമായി, അത്രേ ഉള്ളൂ. പക്ഷെ അതെന്തൊരു കുറേ കണക്കുന്നൊക്കെ ആയതുകൊണ്ടായിരിക്കണം അതിൽ ഒരു മടി പൊതുവെ ഉണ്ടാകും. അപ്പോൾ പൊതുവെ ഇതിൽ അവഗാഹമുള്ള ആളുകൾ കുറവാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. യരിസു അവൻ അനന്തരാവകാശിയാകും, അവൻ അവകാശമെടുക്കും. നീ എന്നെ, യരിസു നീ എന്നെ അവൻ അനന്തരമെടുക്കും. വയരിസു മിൻ ആലി യഅ്ഖൂബ, എൻ്റെ അവകാശം മാത്രമല്ല, വയരിസു ആ വലിയ അവകാശിയാവും മിൻ ആലി യഅ്ഖൂബ, യഅ്ഖൂബ് കുടുംബത്തിനുമുള്ള ഒരു അവകാശിയാകും റബ്ബേ. ആ നിലക്കുള്ള വലിയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ മനസ്സിലായി സാമ്പത്തിക അനന്തരാവകാശമല്ല. അങ്ങനെയാണെങ്കിൽ എരിസുനി മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ എനിക്കും അതേപോലെ യഅ്ഖൂബ് കുടുംബത്തിനും അനന്തരാവകാശിയായി നിൽക്കുന്ന ഒരു വലിയനെ റബ്ബേ നീ എനിക്ക് നൽകണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. വജ്അൽഹു റബ്ബി റദിയ, വജ്അൽഹു അവനെ നീ ആക്കണേ അല്ലാഹ്, റബ്ബി എന്റെ രക്ഷിതാവേ, റദിയ തൃപ്തിപ്പെട്ടവനാക്കുകയും ചെയ്യണേ. റദിയ തൃപ്തിപ്പെട്ടവൻ, അല്ലെങ്കിൽ എല്ലാവരും തൃപ്തിപ്പെട്ടവൻ. മലയാളത്തിൽ അത്രേ ഉപയോഗിക്കുള്ളൂ. ശരിക്ക് തൃപ്തിപ്പെടപ്പെട്ടവൻ എന്നാ പറയേണ്ടത് എന്നാണ് എൻ്റെ വാദം. മലയാളത്തിൽ അങ്ങനെ തൃപ്തിപ്പെടുക എന്നല്ല, നമ്മൾ ആട് തൃപ്തിപ്പെട്ടത് മതിയല്ലോ. അവിടെ നിങ്ങൾ തൃപ്തി കിട്ടുക, അതാ ശരിക്ക് റളിയ്യ്. ഇങ്ങോട്ട് എല്ലാവരും തൃപ്തി ലഭിച്ചവൻ, പക്ഷെ തൃപ്തിപ്പെട്ടവൻ എന്നേ അതിനും ഉപയോഗിക്കാറുള്ളൂ. മലയാളത്തിൽ തൃപ്തിപ്പെട്ടവൻ, എല്ലാവർക്കും തൃപ്തിപ്പെട്ട ആള് എന്നാ പറയാ. അപ്പൊ അത് ആ ഒരു പദത്തിന്റെ പ്രത്യേകതയാണ് റളിയ്യ്, തൃപ്തിപ്പെട്ടവൻ. അപ്പൊ ഏവർക്കും തൃപ്തനായ, അള്ളാഹുവിനും തൃപ്തിയുള്ള
അതോടൊപ്പം സൃഷ്ടികൾക്കും എന്നാണ് തഫ്സീറൊക്കെ കാണുന്നത്. അള്ളാഹ്ക്കും ഇഷ്ടമാണ്, അള്ളാഹിന്റെ പടപ്പുകൾക്കും ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരാലും തൃപ്തിപ്പെട്ടവനായ ഒരവസ്ഥ റബ്ബേ ആ അവകാശിയെ നീ ആക്കുകയും ചെയ്യണേ. അവർ അവകാശം വേണമെന്ന് പ്രാർത്ഥിച്ചു. ലഭിക്കാൻ പോകുന്ന അവകാശിക്കുണ്ടാവേണ്ട ഗുണമടക്കം ആ പ്രാർത്ഥനയിൽ പറഞ്ഞു. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാകുമെന്ന് ഓഫറൊന്നും കിട്ടിയിട്ടില്ല, ഒരു കുട്ടി ഉണ്ടാകുമെന്ന ഓഫർ ഇല്ല. എന്നിട്ടും വജഅൽഹു റബ്ബി റളിയ്യ തേടുന്നു. റബ്ബേ അവനെ നീ റളിയാക്കണേ. ആരെ? ഇല്ലാത്തൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇല്ലാത്തൊരാൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ റബ്ബ് തരുമെന്ന ആ ഉറപ്പ്. വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ, അത് വെറുതെ പറഞ്ഞതല്ല. മറ്റിപ്പോ ആ കുട്ടിയെ റളിയാക്കണേന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ കുട്ടി ഉണ്ടാവുന്ന എവിടെ പറഞ്ഞിട്ടില്ലല്ലോ, ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് പോലും വജഅൽഹു റബ്ബി റളിയ്യ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിലുള്ള ആ ഉറച്ച വിശ്വാസം, തേടിയ റബ്ബ് തരാതിരിക്കില്ല എന്ന ആ ഒരു ഉറപ്പ്, ആ ബോധ്യം, അതാണ് തനിക്കൊരു വലിയ വേണമെന്ന് പറയുകയും ആ വലിയുണ്ടാവേണ്ട ഗുണങ്ങളടക്കം എന്ന് അള്ളാഹിനോട് ചോദിച്ചു വെച്ചൊരു വലിയ, ആ വലിയ ഉണ്ടാകണേ എന്ന ആ വിശേഷണമടക്കം അദ്ദേഹത്തെ ദുആയിൽ കൊണ്ടുവരുന്നു. റബ്ബ് കൊടുത്തു. ഈ പറയപ്പെട്ടതെല്ലാം ഉള്ള ഒരു അവകാശിയെ തന്നെ മകനായി തന്നെ അല്ലാഹു തആല നൽകി. ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്, എന്നിട്ടും ഒരു മകനെ കൊടുത്തു. ആ മകനെ വാരിസാക്കി, ആ മകനെ റളിയാക്കുകയും ചെയ്തു. അതാണ് യഹ്യാ നബി അലൈഹിസ്സലാം. ഒന്നോട്ടെ, ഒന്നുകൂടെ വായിക്കാം അർത്ഥം. വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, വഇന്നി തീർച്ചയായും ഞാൻ, ഖിഫ്തു ഞാൻ ഭയപ്പെടുന്നു, അൽ മവാലിയ മിൻ വറാഇ എനിക്ക് ശേഷം എൻ്റെ മൗലകളെ, എൻ്റെ അടുത്ത ബന്ധുക്കളെ ഞാൻ ഭയപ്പെടുന്നു. വകാനത് ഇംറഅതി ആഖിറ, എൻ്റെ ഭാര്യയാവട്ടെ വന്ധ്യയാണ് താനും. ഫഹബലി മിൻ ലദുൻക വലിയ, ഫഹബലി അതിനാൽ നീ എനിക്ക് നൽകണേ, മിൻ ലദുൻക എൻ്റെ പക്കൽ നിന്ന് വലിയ, ഒരു വലിയനെ നീ എനിക്ക് നൽകണേ അല്ലാഹ്. യരിസുനി അവൻ എന്നെ അനന്തരമെടുക്കും, എനിക്ക് അവകാശിയായി മാറും. വയരിസു മിൻ ആലി യാഖൂബ്, യാഖൂബ് കുടുംബത്തിൻ്റെയും അവകാശിയായി മാറുന്ന ഒരു വലിയനെ നീ നൽകണേ. വജ്അൽഹു റബ്ബി റളിയ്യ, വജ്അൽഹു റബ്ബി നീ അവനെ ആക്കുകയും ചെയ്യണേ, റബ്ബി റബ്ബേ റളിയ്യ തൃപ്തിപ്പെട്ടവനാക്കുകയും ചെയ്യണേ. അഥവാ എല്ലാവർക്കും സംതൃപ്തിയുള്ള, എല്ലാവരും തൃപ്തിപ്പെടുന്ന ഒരു റളിയാക്കി നീ അവനെ മാറ്റുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. يرثني ويرث من آل يعقوب واجعله رب رضيا. سبحانك اللهم وبحمدك. السلام عليكم.